എന്റെ പുസ്തകം ബുക്കായി ചേട്ടന്റെ പേന എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മണി ഓ എന്റെ പേന ചേച്ചി വന്നാരണ്ട് പൂജയൊക്കെ റെഡി ആക്കിയാ നോക്കടി. അടിപൊളി പൂജ. അതും സെറ്റായി. എന്തെങ്കിലും വേണോ? തീപ്പെട്ടി എടുത്തില്ലേ? അയ്യോ ഇല്ല. എടുത്തോണ്ട് വരുമോ? എടുത്തോണ്ട് വാളിയാ തീപ്പെട്ടി എടുത്തോണ്ട് വാ. ഒരു പെങ്ങളെ ഓ അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ച് ഗൊലുക്കളൂടെ ആ ഗുലുവാ? ആ ഗൊലു ഗൊലു ബൊമ്മക്കുലു 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 എന്ന് പറഞ്ഞ ബൊമ്മയില്ലേ ആ ബൊമ്മ വെക്കും. പാവകള് ചില ഭാഗങ്ങളിലൊക്കെ ഈ ബൊമ്മക്കുലു ഭയങ്കരമാണ്. ഓ എടുത്തോണ്ട് പോടി. ഈ വൃത്തിയുടെ സാധനം പൂജ വെക്കാനാ? വൃത്തിയായിട്ട സാധനോ? എനിക്ക് പുസ്തകം പോലെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. അയ്യോ ശുദ്ധമില്ലാത്ത സാധനം വെക്കാൻ സമ്മതിക്കൂല. ഒന്നും മിണ്ടാതിരി അമ്മ. ഇത് അവിടെ പൂജയ്ക്ക് വയ്ക്കുമ്പോഴത്തേക്കും ചൈതന്യം കൂടും. അപ്പോഴത്തേക്ക് എന്റെ ഇടിയുടെ സ്ട്രോങ് വീണ്ടും കൂടും. അമ്മ അത് ചേച്ചിയുടെ പണിയായതുമാണ്. അതുകൊണ്ട് ഒന്ന് കൊണ്ടുപോയ ചേച്ചി കയ്യുറ. വളർന്നു വരുമ്പോൾ ചേച്ചിക്ക് വിവരം കുറഞ്ഞു വരികയാണല്ലേ. അതിനിടയ്ക്ക് അവിടെ ഒരു കുട്ടിക്കളി. എന്തായാലും പൂജയായിട്ട് ഒരു പടക്കവും പൊട്ടിച്ചു. കൊള്ളാം, അടിപൊളി ആഘോഷം. ശ്വാസം നിന്ന് പോയി. എന്റെ പെങ്ങളെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തമിഴ്നാട്ടിലെ പൂജോ അതാണ് യഥാർത്ഥ പൂജോ. അതൊന്ന് കാണണ്ട പെങ്ങളെ. എന്റെ ആശാനില്ലയോ തക്കല നേച്ചമണി ആശാൻ, ആശാന്റെ കളരിയിലെ പൂജോപ്പൊന്ന് കാണണം. അടിപൊളിയെന്ന്. ദേവിയുടെ നവഭാവങ്ങളുടെ വിഗ്രഹങ്ങള്, പിന്നെ പിന്നെ ഈ പാവയ്ക്ക് ഗൊലിക്കള്, പിന്നെ നമ്മുടെ കരിമ്പില്ലയോ വലിയ കെട്ട് 2 എണ്ണം. പിന്നെ എന്തുവാ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊങ്ക്, പിന്നെ ആപ്പിള്, മുന്തിരി, അല്ല എല്ലാ സാധനങ്ങളും. പിന്നെ ആശാന്റെ ആയുധശേഖരങ്ങള്, പിന്നെ 108 വിളക്ക്. എല്ലാം കൂടെ അങ്ങോട്ട് പൂജ വെക്കുമ്പോളെ എനിക്ക് അങ്ങോട്ട് കോരിത്തരിക്കാതെ കേട്ടിട്ട് തന്നെ. പിന്നെ അതുപോലെ പൂജ എടുപ്പിന്റെ ദിവസം എന്തെല്ലാം പായസങ്ങളാ. നല്ല കട്ടിപ്പായസം, വെള്ളപ്പായസം, കടലപ്പായസം. ഇതുപോലെ തന്നെ നിനക്കറിയില്ലേ നമ്മുടെ സ്കൂളിന്റെ ബാക്കിലുള്ള മുരുകൻ മേശ്വരിയുടെ വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ ആയുധ പൂജ വയ്ക്കും. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ രാത്രി ഒരുമിച്ചിരിക്കും, ഒത്തുകൂടും. എന്നിട്ട് VCR എടുത്തിട്ട് ഈ പുരാണ കഥകളൊക്കെ ഇട്ട് സിനിമയൊക്കെ ഇട്ട് കാണും. ഈ സ്വാമി അയ്യപ്പൻ, ആദിപരാശക്തി ഇതൊക്കെ ഇട്ട് കണ്ട് രാത്രി നല്ല രസമായിരിക്കും. അടിപൊളിയായിട്ട് ഞങ്ങൾ അതല്ല, ഇത് പുരാണ കഥകള് അഭിനയിച്ചത് തന്നെ. അതൊക്കെ ഇട്ട് കണ്ട് നല്ല രസമാണ്. പിന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ ആഘോഷമാണല്ലോ. ഇതിപ്പോ നമുക്ക് എല്ലാം എന്തായി? അപ്പൊ എല്ലായി. ഇത് താഴെ കളയാതെ, മണി കളയാതെ, അതാ സൂക്ഷിച്ചു. എല്ലാം വെച്ചല്ലേ മോള്? വിഷമിക്കാതെ, അത് വെക്കണ്ട മോളെ. ഇങ്ങി പോ, ഇത് അത് വെക്കണ്ട മോളെ. നിന്റെ ബുക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, വിഷമിക്കാതെ ഇത് മാറ്റി വെച്ചേക്കും.